ആ പാലടി മുഹമ്മദ് അയാളൊക്കെ പേര് കേട്ടിട്ട് കാലായി, വർത്താനം പറഞ്ഞിട്ട് കാലായി. അയാൾ പറയാണ് മലപ്പുറം ജില്ലയിലാണ് പാകിസ്ഥാനാണ്. ഈ കാക്കറിയോ മലപ്പുറം ഉണ്ടായത്? ഞാൻ ഈ പറയുന്ന കാലത്ത് മലപ്പുറം ഉണ്ട്. ഇയാള് ഹൈദരാബാദ് നൈസാമിന്റെ സൈന്യത്തിന്റെ പട്ടാളക്കാരനായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ പോലെ ഈ രാജ്യം ഒറ്റുകൊടുത്ത ഓരോ പാർട്ടിയുണ്ട്. ആ പാർട്ടിയിൽ അംഗത്വം ഇപ്പോഴും ഈ രാജ്യത്തെ പൂർണ്ണമായി അംഗീകരിക്കാത്ത കള്ളന്മാരെ കൂടെ നിൽക്കും. മലപ്പുറത്തെ ആളുകൾ സമരം ചെയ്തത് പാലടിക്കറിയോ? എന്തിനാണത്? 921 ആന്തരികമായ അർത്ഥം എന്താണ്? സാമുദായിക മുന്നേറ്റം എന്താണത്? ഇത് മനസ്സിലായിട്ടുണ്ടോ? പാലടി അങ്ങനെ ഒരു വാക്ക് പറയുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ പാലടിയെ ഏറ്റെടുക്കുന്നത് ശശികലയാണ്. പാലടിയുടെ മുദ്രാവാക്യത്തെ ഏറ്റെടുക്കുന്നത്. ശശികല കഴിഞ്ഞപ്പോ പിന്നെ ശശികലയുടെ ആൺരൂപമായിട്ടുള്ള പി സി ജോർജ് അത് ഏറ്റെടുത്ത്. നമ്മൾ പി സി ജോർജിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ്, ശശികലയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങൾ എന്തേ പാലടിയെ കുറിച്ച് കൊടുക്കാത്തത്? പാലടി കൊടുത്ത ധൈര്യമെങ്കിൽ എങ്ങനെയാ ശശികല പറയാ? പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ളവർ അതിനേക്കാൾ ഏറ്റെടുക്കാൻ നിൽക്കുക? എങ്ങനെ ഏറ്റെടുക്കാൻ നിൽക്കുക? ഞാൻ എല്ലാ പ്രസംഗിക്കുമ്പോ പറഞ്ഞു, നമ്മളിപ്പോ ടി വിയിലൊക്കെ കാണുമ്പോ ഉമ്മാരൊക്കെ ടി വി ഇടുമ്പോ കാണാൻ അങ്ങനെ നരേന്ദ്രമോദിന്റെ വികൃതമായ പ്രസംഗങ്ങൾ, അമിത്ഷായുടെ പ്രസംഗം, എന്താണ് നമ്മളെ RSSന്റെ നേതാവ് മോഹൻ ഭഗവതിന്റെ പ്രസംഗം, ഇതൊക്കെ ഇങ്ങനെ വരുമ്പോ നമ്മളിങ്ങനെ മനസ്സിലാവുന്നില്ല, ടി വി ഓഫ് ആക്കും. ഞാൻ നിങ്ങൾ ബേജാറാവണ്ട, ചാനൽ മാറ്റിയാൽ മതി. മലയാള ചാനൽ ഇടുക, വിജയരാഘവന്റെ പ്രസംഗം ഉണ്ടാവും, അതിന്റെ മലയാളം. പിണറായിന്റെ പ്രസംഗം ഉണ്ടാവും, മറ്റേ മലയാളം. മോഹനന്റെ പ്രസംഗം ഉണ്ടാവും, ഭാഗവതിന്റെ പ്രസംഗം. ഇത് മോഹനൻ കോഴിക്കോട്ടുകാരൻ, അത് മോഹൻ ഭാഗവത്. ചെറിയ വ്യത്യാസം. അത് RSS, ഇത് CPM. ഒരേ പ്രസംഗം ട്രാൻസ്ലേഷൻ. സംഘീ പരിവാരത്തിന്റെ ട്രാൻസ്ലേഷൻ ആണ് നടക്കുന്നത്. അതാ ഇവിടെ ഉണ്ടാവുന്നത്. ഞാൻ ദാർഹുദയുടെ പരിപാടിക്ക് പോകുമ്പോ സന്ദീപ് വാര്യർ പറഞ്ഞു, ഞാൻ അന്നാ അദ്ദേഹത്തെ കാണുന്നത്. ഞാൻ ചോദിച്ചു, അല്ല നിങ്ങൾ എന്ത് CPM-ലേക്ക് പോകാഞ്ഞത്? സന്ദീപ് വളരെ സിമ്പിൾ ആയിട്ട് ചോദിച്ചു, ഒരു ചേഞ്ച് ആർക്കും ഇഷ്ടമില്ലാത്തത്. ഞാൻ CPM-ലേക്ക് പോയാൽ ചേഞ്ച് ആവില്ലല്ലോ. അവിടുത്തെ ഇതന്നല്ലേ ഈ 10 വർഷം ഒരു ചേഞ്ച് ആർക്കും ഇഷ്ടമില്ലാത്തത്. അവിടെ കോൺഗ്രസിലേക്ക് വരുന്നതാണ്. മറ്റേ ചേഞ്ച് അല്ല, ഒരേ സാധനമാണ്, ഒരുപോലെയാണ്, ഒരേ രൂപത്തിലാണ്. ഞാൻ പറയണത് ഇതുവർക്ക് നഷ്ടമാണെന്ന് പോലും മനസ്സിലാവില്ല. എന്നുവെച്ചാൽ ഈ കണ്ണൂരിൽ ചുവന്ന ഗ്രാമങ്ങൾ ഒരു സുപ്രഭാതം കഴിയുമ്പോ കാവി ഗ്രാമമാവും ഓട്ടോമാറ്റിക്. കാരണം വേറെ പണിയൊന്നുമില്ല, കൊടി മാത്രം മാറ്റിയാൽ മതി. സ്വഭാവം അങ്ങനെ തന്നെ നിർത്താം. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ലീഗിലേക്ക് വന്ന എന്തെല്ലാം മാറ്റമാണ് ആലോചനകൾ. ഇതൊന്നുമില്ല, കൊടി മാറ്റി കെട്ടിയാൽ മതി. സ്വഭാവമൊക്കെ തന്നെ, കത്തി കത്തി വെട്ട് വെട്ട്, സ്വഭാവ വെറുപ്പ് വെറുപ്പ്, വിദ്വേഷം വിദ്വേഷം, കൊള്ള ഒക്കെ തന്നെ, ഒരു മാറ്റമില്ല. പിന്നെ എന്തിനാണ് ഒരേപോലെ സുന്ദരമായി അങ്ങനെ അങ്ങ് മാറുകയാണ്. ഞാൻ CPM നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തിൽ, ഈ ഒറിജിനൽ BJP ഉള്ളപ്പോ ഡ്യൂപ്ലിക്കേറ്റ് BJPയുടെ സാധ്യത എന്താ? ആളുകൾക്ക് ഒറിജിനലായിട്ട് BJP ഉണ്ടല്ലോ. നിങ്ങൾ എത്ര കളിച്ചാലും BJP ആവില്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ വൃത്തികെട്ട കളി കളിക്കുന്നത്? ഞാൻ കേന്ദ്രീകരിക്കാത്തൊരു കാര്യം പറയണം. എന്താണെന്നറിയോ? നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് ഒരു സംഘമായി, ഒരു വോട്ട് ബാങ്കായി, ഒരു പൊളിറ്റിക്കൽ പവറായി നെഞ്ചുപിരിച്ച് നമ്മൾ ഇവിടെയുണ്ട്. അങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്നത് അബദ്ധമാണെന്ന് ചർച്ച കഴിഞ്ഞതിന് ശേഷമെങ്കിലും തോന്നുന്നുവെങ്കിൽ അതിന് ഈ കൂട്ടായ്മ എന്ന് പറയുന്ന സംഘശക്തിയുടെ വിലയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ തീർന്നുവല്ലല്ലോ ഞാൻ പറയുന്നത്, അത് വെറുതെയല്ല.